പൊതുദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നടൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം വീട്ടിലും എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ പൊതുദർശന വേദിയിലും എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പൊതുദർശനത്തിന്റെ വലിയ തിരക്ക് എന്ന് പറയാൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ വീട്ടിലും ഇവിടെയും ഒക്കെ ആയിട്ട് വലിയ തിരക്കാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ആ ഒരു സാഹചര്യത്തിലൊക്കെയും ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനെ കാണാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്ന ആൾക്കൂട്ടമാണ് നമ്മൾ കാണുന്നത്. അതിനോടൊപ്പം മലയാള സിനിമയിലെ പ്രമുഖരെല്ലാം ഇവിടേക്ക് ഈ ടൗൺ ഹാളിലെ വേദിയിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ശ്രീജ, ഇന്ദ്രനും ടോം കുര്യാക്കോസുമാണ് അവിടെ ടൗൺ ഹാളിൽ പൊതുദർശന സ്ഥലത്തുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മലയാളത്തിൻ്റെ പ്രിയതാരം മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ടൗൺ ഹാളിൽ എത്തുന്നതാണ്. നേരത്തെ അദ്ദേഹം ശ്രീനിവാസൻ്റെ വീട്ടിലെത്തി മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇപ്പോൾ പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിലെ താരങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. ശ്രീനിവാസൻ 48 വർഷം നീണ്ട അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ പല റോളുകളും നിർവഹിച്ചിട്ടുണ്ട്. തിരക്കഥാകൃത്ത്, സംവിധായകൻ, 225 സിനിമകളിലെ അഭിനേതാവ്. അങ്ങനെ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹവുമായി വ്യക്തിപരമായോ അല്ലെങ്കിൽ പ്രൊഫഷണലായോ ഒക്കെയുള്ള ബന്ധങ്ങളുള്ളവരാണ് അവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരും. അതൊന്നുമല്ലാത്ത അവിടെ കുറേ സാധാരണക്കാരെ നമുക്ക് കാണാം. തൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം സ്വാധീനിച്ച, അദ്ദേഹത്തെ സ്വന്തമെന്ന് കരുതിയ കുറേ സാധാരണക്കാരും അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് സത്യൻ അന്തിക്കാടിനെയും മമ്മൂട്ടിയെയും ദിലീപിനെയും ഒക്കെ കാണാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം. ടൗൺ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ 3 മണി വരെ എന്നാണ് കരുതിയിരുന്നത് മഞ്ജുഷ്. പക്ഷേ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് 3 മണിക്കൊന്നും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതില്ല. ശ്രീനിവാസനുമായി വളരെ അടുത്തുള്ളതാണ്. ഇവരുടെ സിനിമാ ജീവിതത്തിൽ മാത്രമല്ല, ഇവരുടെ വ്യക്തി ജീവിതത്തിൽ പോലും ശ്രീനിവാസൻ എന്നത് ഒരു പ്രധാന ഘടകമാണ്. അതെപ്പോഴും സത്യൻ അന്തിക്കാട് പറയുന്ന കാര്യമാണല്ലോ. നേരത്തെ ശ്രീനിവാസൻ അസുഖബാധിതനായ ആശുപത്രിയിൽ കിടന്ന സമയത്ത് സത്യനുമായിട്ട് സംസാരിച്ച സമയത്തും അദ്ദേഹം പറഞ്ഞത് എന്തായാലും ശ്രീനി തിരിച്ചു വരും, ഉറപ്പാണ്, ഞങ്ങൾ തമ്മിൽ ഇനിയും സിനിമകൾ ചെയ്യാനുണ്ട് എന്ന് 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു അദ്ദേഹം കാ ഫെസ്റ്റിവലിനിടയിൽ പറഞ്ഞത് കേട്ടിരുന്നു. അന്ന് അത് കഴിഞ്ഞ് അദ്ദേഹം ആ കാ ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഉടൻ തന്നെ അദ്ദേഹം ആശുപത്രിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് സത്യൻ അന്തിക്കാട്. അപ്പോൾ തിരിച്ചു വരികയും ചെയ്തു, ശ്രീനിവാസൻ തിരിച്ചു വരികയും ചെയ്തു. അതിന്റെ സന്തോഷം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു സത്യൻ അന്തിക്കാട്. നമ്മൾ വിചാരിക്കും ശ്രീനിവാസന് വളരെ ഗുരുതരാവസ്ഥയാണ്, തീരെ വയ്യ, നമ്മൾ ആളെ കാണുമ്പോൾ വളരെ ക്ഷീണിച്ചിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് അടുത്തൊരു പൊതുവേദിയിൽ അദ്ദേഹം ആ അവസ്ഥയിലാണ്. ശ്രീനിവാസൻ എപ്പോഴും ഞെട്ടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഓർത്തെടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1989 1989 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം എന്ന് പറയുന്നത് കേരളം ആകെ ഞെട്ടിയതാണ്. സിനിമയെ സ്നേഹിക്കുന്നവർ ആകെ ഞെട്ടിയ ഒന്നാണ്. കാരണം അന്ന് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടിയത് വടക്കു നോക്കി യന്ത്രം എന്ന സിനിമയാണ്. അപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ആളുകൾ ഇങ്ങനെ കൗതുകത്തോടെ ഇരുന്നു. അപ്പം അന്ന് റേഡിയോയ്ക്ക് മുമ്പിൽ ഇരിക്കുമല്ലോ ഏത് സിനിമയ്ക്കാണ് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം കിട്ടുന്നതെന്ന്. അന്നിങ്ങനെ കൗതുകത്തോടെ നോക്കുമ്പോൾ വടക്കു നോക്കി യന്ത്രം എന്ന് പറഞ്ഞപ്പോൾ ഇത് തെറ്റിപ്പോയതാണോ എന്ന് പോലും തോന്നി. കാരണം അന്ന് വടക്കൻ വീരഗാഥ മത്സരത്തിനുണ്ടായിരുന്നു. അപ്പോൾ വടക്കൻ വീരഗാഥ എന്നുള്ളത് വടക്കു നോക്കി യന്ത്രം എന്ന് ആയിപ്പോയതാണോ എന്നുള്ള സംശയം. അന്ന് ഈ ആ രീതിയിൽ വടക്കു നോക്കി യന്ത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. പിന്നെ മഞ്ജുഷ്, മോഹൻലാൽ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും വേദനയുള്ള ഒരു വിയോഗമെന്ന് നമുക്ക് ചില സുഹൃത്തുക്കൾ പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ മോഹൻലാലും ശ്രീനിവാസനും നമ്മുടെ മനസ്സിലത് ദാസനും വിജയനുമാണ്. എക്കാലത്തേക്കും ദാസനും വിജയനുമായി അവർ എന്നും നിറഞ്ഞു നിൽക്കുകയാണ്. ഏറ്റവും അടുത്ത കൂട്ടുകാരെ പറ്റി പറയാൻ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുക ഇത് നിങ്ങളെന്താ ദാസനും വിജയനുമാണോ എന്നാണ്. അങ്ങനെ അവിടെ CID രാംദാസ് ഉണ്ട്, CID വിജയൻ പക്ഷേ ചേതനയേറ്റാണ് അവിടെ ഉണ്ടാകുന്നത്. അതൊരു ഏറ്റവും ദുഃഖകരമായ ഒരു കാഴ്ചയാണ്.
അതാണ് മോഹൻലാൽ പറയുന്നത്, ദാസനില്ലാത്ത വിജയനും വിജയനില്ലാത്ത ദാസനുമാണ് ഇനി ഈ കാലമിൽ അങ്ങോട്ട് കടന്നു പോകേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നതെന്ന്. ആ പാത്ര സൃഷ്ടി എന്ന് പറയുന്നത് കേരളത്തിൽ മലയാള സിനിമയിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സൃഷ്ടിയാണ്. അതിൽ ചില സമയത്തൊക്കെ നമുക്കിത് തോന്നും, ഇത് ലോജിക്കിന് നിരക്കാത്ത ഒരു കഥാപാത്ര സൃഷ്ടിയാണോ, ഇങ്ങനെ CID-മാരായിട്ട് ഇങ്ങനെ സാധാരണക്കാർക്ക് മാറാൻ പറ്റുമോ, അവരെന്തൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ സിനിമ അത് എത്ര കണ്ടാലും മടുക്കാത്ത ഒരു സിനിമയായി മാറുകയല്ലേ. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മൾ കണ്ട് എത്രയോ ആസ്വദിച്ചു, എത്രയോ ചിരിച്ചു, നമ്മുടെ മക്കൾ ഇപ്പൊ ഇരുന്ന് അത് കാണുന്നു, ചിരിക്കുന്നു. അതായത് 3 ജനറേഷൻ 3 തലമുറകളിലൂടെ ഈ സിനിമ കടന്നു പോവുകയാണ്. നാടോടിക്കാറ്റിലൊക്കെ ഈ പവനായി ശവമായി എന്നുള്ള ഡയലോഗൊക്കെ അതൊക്കെ ഒരിക്കലും അത് എത്ര തലമുറ കഴിഞ്ഞാലും ആ ഡയലോഗുകളിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. അത് ഏത് തലമുറയ്ക്കും ഏറ്റു പറയാൻ പറ്റുന്ന ഡയലോഗാണ്. അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ക്യാപ്റ്റൻ രാജുവിന് ചുറ്റും ഇവർ ഓടുന്നതും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും ഒക്കെ ഇത് ഈ ലോജിക്കില്ലാത്ത സിനിമകളിൽ കാണുന്ന പോലെയാണോ എന്നൊക്കെ സംശയിച്ചാലും പിന്നീട് പക്ഷേ ഇത് ഓർത്തോർത്ത് ചിരിക്കുവാനുള്ള വകയാണ്. അത്രമാത്രം കാര്യങ്ങളാണ് ശ്രീനിവാസന്റെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരും. അത് ശ്രീനിവാസൻ എഴുതി വെച്ച കഥാപാത്രങ്ങൾ. ശ്രീനിവാസൻ അങ്ങനെയായിരുന്നു. ശ്രീനിവാസൻ മരണത്തെ പോലും അദ്ദേഹം വളരെ തമാശ രീതിയിൽ എടുത്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് അത് നമുക്ക് കൗതുകത്തോടു കൂടി മാത്രമേ അതൊക്കെ കാണാൻ പറ്റൂ. പല രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഇതിന് സമാനമായ രീതിയിൽ മൊമെന്റ്സ് വരുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇതെങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഒരാൾക്ക് ഇത് എഴുതി വെക്കാൻ കഴിഞ്ഞത്, എങ്ങനെ ഇതിനെപ്പറ്റി ഇത്ര ഇപ്പൊ എനിക്ക് തോന്നുന്നത് മിനിഞ്ഞാന്ന് പോലും MV ഗോവിന്ദന്റെ വാർത്താ കുറിപ്പ് വന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഇതെന്താ കുമാരപിള്ള സാറിന്റെ വിശദീകരണമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഓരോ ദിവസങ്ങളിലും ഓരോ രാഷ്ട്രീയ മുഹൂർത്തങ്ങളിലും നമ്മൾ ഈ വാചകങ്ങൾ പറയുന്നു, ഈ കഥാപാത്രങ്ങളെ ഓർത്തെടുക്കുന്നു. ഒരാൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ചതാണ് ആ കഥാപാത്രങ്ങൾ എന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും അവസാനം ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്നത് 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം മലയാളത്തിൽ സിനിമ ചെയ്തിട്ടില്ല, മലയാളത്തിൽ അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവന നടത്തിയിട്ടില്ല. പക്ഷെ ഇന്നലെയും മിനിഞ്ഞാന്നും അതിന്റെ തലേ ദിവസം ഒക്കെ നമ്മൾ ശ്രീനിവാസന്റെ ഡയലോഗുകൾ പറയുന്നു, കഥാപാത്രങ്ങളെ പറ്റി. അതിൽ ഞാൻ പ്രകാശൻ ഇപ്പോൾ ശ്രീജ പറഞ്ഞുകൊണ്ടാണ്, ഞാൻ പ്രകാശനിൽ അദ്ദേഹം ഈ ബംഗാളി ഞാറ്റുപാട്ട് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അത് അത്രമാത്രമായിട്ടില്ലായിരുന്നു 2018. പക്ഷേ ഇപ്പോൾ അങ്ങനെയുണ്ട്. എല്ലാ രംഗത്തും ബംഗാളികൾ കടന്നു വന്നിരിക്കുന്നു. ഇപ്പോൾ 1991 സന്ദേശം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 89 വടക്കുനോക്കി യന്ത്രത്തിന് സംസ്ഥാന പുരസ്കാരം കിട്ടിയ സമയത്ത് എല്ലാവരും വന്ദിച്ചു പോയി. ഇങ്ങനെ ഒരു സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് കൊടുക്കുന്നു, ഇങ്ങനെ അല്ലായിരുന്നുവല്ലോ കീഴ്വഴക്കം. അന്ന് ആലീസിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു, വടക്കൻ വീരഗാഥ ഉണ്ടായിരുന്നു, മതിലുകൾ ഉണ്ടായിരുന്നു, എണ്ണം പറഞ്ഞ സിനിമകൾ അന്ന് മത്സരത്തിനുള്ളപ്പോഴാണ് ശ്രീനിവാസൻ എന്ന നവാഗത സംവിധായകന്റെ വടക്കുനോക്കിയ യന്ത്രം എന്നുള്ള കമേഴ്ഷ്യൽ സിനിമ, പക്കാ കമേഴ്ഷ്യൽ സിനിമ എന്ന രീതിയിലായിരുന്നു അന്ന് അവാർഡ് കിട്ടുന്നതിന് വേണ്ടി ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടൂരിന്റെ സിനിമകൾ, അരവിന്ദന്റെ സിനിമകൾ, TV ചന്ദ്രന്റെ സിനിമകൾ, ഇങ്ങനെയൊക്കെ അവർക്കേ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു രീതിയായിരുന്നു. പക്ഷെ ആ സമയത്താണ് ശ്രീനിവാസന്റെ സിനിമയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത്. പക്ഷേ ആ സിനിമ കണ്ടു നോക്കിയാൽ ആ സിനിമയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതിനകത്തെ ഓരോ വാചകങ്ങളും അത്രമാത്രം മലയാളി സമൂഹവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. ഒരാൾ തന്നെ നോക്കി തൻ്റെ സൗന്ദര്യമില്ലായ്മയെക്കുറിച്ച് പറയുന്നു. അതിൽ ഓരോ രംഗത്തിലും തമാശ രീതിയിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെയറാൻ ലവ്ലി ഞാൻ സ്ഥിരമായിട്ട് ഫെയറാൻ ലവ്ലി തേക്കാറുണ്ട്, ഡോക്ടർ ഫെയറാൻ ലവ്ലി തേച്ചാൽ വെളുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്ന് ഈ ഫെയറാൻ ലവ്ലി വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അത് ശ്രീനിവാസൻ അറിയാം. അത് അദ്ദേഹം തളത്തിൽ ദിനേശൻ ആ കഥാപാത്രം അന്ന് എത്രയോ തവണ എത്രയോ തളത്തിൽ ദിനേശന്മാരെ നമ്മൾ പിന്നീടുള്ള കാലങ്ങളിൽ ഇപ്പോഴും നമുക്കൊന്ന് ചുറ്റും നോക്കിയാൽ തളത്തിൽ ദിനേശനെ കാണും. അതുപോലെയുള്ള എത്രയോ കഥാപാത്രങ്ങളെ നമ്മൾ കാണും. തളത്തിൽ ദിനേശന്റെ കാര്യം തന്നെയാണെങ്കിൽ അതിൽ തളത്തിൽ ദിനേശൻ മാത്രമല്ല, അതിനകത്ത് ഓരോ പാത്ര സൃഷ്ടിയും അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല എന്നല്ല, അതെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് അദ്ദേഹം എടുത്ത് ആ സിനിമയിലേക്ക് കൊണ്ടുവന്നു, ആ തിരക്കഥയുടെ രൂപത്തിലേക്ക് ആവാഹിച്ചു എന്നതാണ്. അത് സന്ദേശത്തിലാണെങ്കിൽ ഈ സന്ദേശത്തിന് മുൻപും പിൻപും എന്ന് വേണമെങ്കിൽ മലയാള സിനിമയെ വേർതിരിക്കാം എന്നുള്ള കാര്യം പോലും ചർച്ചയിൽ വന്നിട്ടുള്ളതാണ് നേരത്തെ. സത്യനാഥ് അന്തിക്കാടൊക്കെ പറയുന്നത് ഇതിലെ ഓരോ കഥാപാത്രത്തെക്കുറിച്ചും വർണ്ണിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുമ്പോൾ എത്ര എന്ന് വെച്ചാൽ ഇത് ഒരാളെയും ഇവരാരും ഞങ്ങൾക്ക് അപരിചിതരല്ല എന്ന് ആ സിനിമ ഡിസ്കഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞു. കാരണം ഇവരെല്ലാം ഞങ്ങൾ തൊട്ടു മുമ്പിലുള്ള ആളുകളാണ്. അവരെ ശ്രീനിവാസൻ ഇങ്ങനെ ഒരു പാത്ര സൃഷ്ടിയായിട്ട് കൊണ്ടുവന്നു, അതിൽ കുറെ ഡയലോഗുകൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം നമ്മൾ കേട്ടതാണല്ലോ എന്നുള്ളതാണ്. സിനിമയുടെ ചരിത്രം എടുത്താൽ തന്നെ മഞ്ജു ഇങ്ങനെ ഒരു